നമസ്കാരം. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ വളരെ കൗതുകമുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഭാഷാ ആർജനം, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ. നിങ്ങളുടെ കയ്യിലുള്ള ബ്ലോക്ക് 3 യൂണിറ്റ് 1ലെ വിവരങ്ങൾ വെച്ച് നമുക്കിതൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഒന്നാം വർഷ MA സൈക്കോളജി വിദ്യാർത്ഥിയായ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഈ ഭാഷ നേടുന്നതിലെ ഘടകങ്ങൾ, കോഗ്നിറ്റീവ് സയൻസുമായുള്ള ബന്ധം, പിന്നെ ഭാഷയും ചിന്തയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഇതൊക്കെ നമുക്ക് നോക്കാം. ശരിക്കും ഒരു കുട്ടി എങ്ങനെയാണ് ഇത്ര സങ്കീർണമായ ഭാഷ അനായാസം പഠിച്ചെടുക്കുന്നത്? അതൊരു അത്ഭുതം തന്നെയല്ലേ? നമുക്ക് തുടങ്ങാം. തീർച്ചയായും. കോഗ്നിറ്റീവ് സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ കഴിവിന്റെയും ചിന്തയുടെയുമൊക്കെ ഒരു കേന്ദ്രബിന്ദുവാണല്ലോ ഭാഷ. അതെ. പിന്നെ വലിയ പരിശീലനമൊന്നും കൂടാതെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഏതു കുട്ടിയും സ്വന്തം മാതൃഭാഷ നന്നായി പറയുന്നു എന്നത് അത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ഭാഷാ പഠനത്തിന് കൃത്യമായ ഒരു ലോകം മുഴുവനുള്ളൊരു ഘടനയുണ്ടോ? അതോ ഓരോ നാട്ടിലെ കുട്ടികളും വേറെ വേറെ രീതിയിലാണോ ഭാഷ പഠിക്കുന്നത്? അല്ല, ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ ഒരു പൊതുവായ ക്രമം കാണാൻ പറ്റും. കൂടുതൽ സാമാന്യമായ കഴിവുകളിൽ നിന്ന് തുടങ്ങി പിന്നെ കൂടുതൽ വ്യക്തമായ സ്പെസിഫിക്കായ കഴിവുകളിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വികാസം. ഒരു ഉദാഹരണം പറയാം. ജനിക്കുമ്പോൾ ശിശുക്കൾക്ക് ലോകത്തിലെ ഏത് ഭാഷയിലെയും ശബ്ദങ്ങൾ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരെ, അതായത് ഫുനെറ്റിക് കോൺട്രാസ്റ്റ്സ്, ഉദാഹരണത്തിന് പ, ബ പോലുള്ള ശബ്ദങ്ങൾ, അതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഓഹോ, അപ്പൊ എല്ലാ ഭാഷയും കേട്ടാൽ മനസ്സിലാവില്ല, പക്ഷേ ആ ശബ്ദവ്യത്യാസം തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ ഏകദേശം 1 വയസ്സാകുമ്പോഴേക്കും അവർ സ്വന്തം ഭാഷയിലെ ശബ്ദവ്യത്യാസങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. മറ്റ് ഭാഷകളിലെ സമാനമായ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് അത് പതിയെ കുറഞ്ഞുവരും. ജുസിക്കൊക്കെ നടത്തിയ പഠനങ്ങൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ ശബ്ദം തിരിച്ചറിഞ്ഞ ശേഷം പിന്നെ കുട്ടികൾ ബബ്ലിംഗ് പോലെയുള്ള ഘട്ടങ്ങളിലൂടെ പോകും. ഏകദേശം 1 വയസ്സോടെ ആദ്യത്തെ വാക്കുകളിലേക്കെത്തും. അതെ. ഈ ഘട്ടങ്ങളൊക്കെ സാർവത്രികമാണെങ്കിൽ ഇതിനെപ്പറ്റി ശാസ്ത്രീയമായി പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കോഗ്നിറ്റീവ് സയൻസിന് ഇതിൽ എന്തായിരുന്നു പങ്ക്? ശരിക്കും BF സ്കിന്നറുടെ വെർബൽ ബിഹേവിയർ എന്ന പുസ്തകത്തിന് നോം ചോംസ്കി ഒരു നിരൂപണം എഴുതി. അതൊരു വലിയ വഴിതിരിവായിരുന്നു. കാരണം സ്കിന്നർ പറഞ്ഞത് ഭാഷ പഠിക്കുന്നത് പ്രധാനമായും അനുകരണത്തിലൂടെയും ശീലമാക്കുന്നതിലൂടെയുമാണ് എന്ന്. ബിഹേവിയറിസം. അതെ. പക്ഷെ ചോംസ്കി വാദിച്ചത് അങ്ങനെയല്ല. മനുഷ്യന് ഭാഷ പഠിക്കാൻ ജന്മസിദ്ധമായ ഒരു കഴിവുണ്ട്, ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഒക്കെ തലച്ചോറിലുണ്ട് എന്നൊക്കെയാണ്. ഈ ഒരു സംവാദം മനസ്സിന്റെ ഘടന, ചിന്തയുടെ സ്വഭാവം, അങ്ങനെയുള്ള കോഗ്നിറ്റീവ് സയൻസിലെ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് ഒരുപാട് വെളിച്ചം വീശി. അപ്പോൾ ഈ ജന്മസിദ്ധമായ കഴിവ് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടികളിൽ വേറെ ചില മാനസിക ശേഷികൾ വേണമെന്നാണോ? അതെ. പല പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ആശയമാണത്. അതായത് ഭാഷ പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുട്ടികളിൽ കാര്യമായ ഭാഷാപരമല്ലാത്ത കോഗ്നിറ്റീവ് കഴിവുകളുണ്ട്. കാരണം മനസ്സിലാക്കാനുള്ള കഴിവ്, തരം തിരിക്കാനുള്ള കഴിവ്, ഓർമ്മ, അങ്ങനത്തെ അടിസ്ഥാന ചിന്താശേഷികൾ, ഇവയാണ് ഭാഷയിലെ നിയമങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഉപയോഗിക്കാനും കുട്ടിയെ സഹായിക്കുന്നത്. ഈ കോഗ്നിറ്റീവ് കഴിവുകളെ ഭാഷയ്ക്ക് മുൻപേ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം വരും. ഭാഷയും ചിന്തയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ വാക്കുകളിലൂടെ മാത്രമാണോ ചിന്തിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി അനുസരിച്ച് നമ്മൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങി ചിന്തിക്കുന്നവരല്ല. ചിത്രങ്ങളിലൂടെ, പിന്നെ അമൂർത്തമായ യുക്തികളിലൂടെ, അതായത് ആബ്സ്ട്രാക്ട് ലോജിക്കൽ പ്രൊപ്പോസിഷൻസ് വഴിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഭാഷാർജന പഠനങ്ങൾ നോക്കിയാൽ പലപ്പോഴും ഒരു ആശയം കുട്ടിക്ക് മനസ്സിലായ ശേഷമാണ് അത് പറയാനുള്ള വാക്കുകളും രീതികളും പഠിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? ആ വലുപ്പ വ്യത്യാസമെന്ന ആശയം, ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവാം. ഇതിനെയാണ് ആശയപരമായ വികാസം, അതായത് കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഭാഷാവികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോ ഇത് പിയാഷെയുടെ സിദ്ധാന്തവുമായിട്ട് ബന്ധിപ്പിക്കാവല്ലോ അല്ലേ? തീർച്ചയായും. പിയാഷെയുടെ കോഗ്നിറ്റീവ് വികാസഘട്ടങ്ങൾ ഓർമ്മയില്ലേ? ആ സെൻസറി മോട്ടോർ ഘട്ടത്തിൽ കുട്ടി നേടുന്ന ഓബ്ജക്റ്റ് പെർമനൻസ് എന്ന കഴിവ്, അതായത് ഒരു വസ്തു കൺമുന്നിൽ നിന്ന് മാറ്റിയാലും അത് അവിടെ തന്നെയുണ്ട് എന്ന തിരിച്ചറിവ്, അത് ഭാഷാവികാസത്തിന് വളരെ പ്രധാനമാണ്.
കാരണം ആ കഴിവാണ് വാക്കുകളെ സ്ഥിരമായ വസ്തുക്കളുമായിട്ടോ ആളുകളുമായിട്ടോ ബന്ധിപ്പിക്കാൻ കുട്ടിയെ സഹായിക്കുന്നത്. ശരിയാണ്. പിന്നെ ഭാഷാപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. പ്രശ്നം ശരിക്കും ഭാഷയിലാണോ അതോ ഈ അടിസ്ഥാന ആശയ രൂപീകരണത്തിലാണോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. അപ്പോൾ ഈ ഘട്ടങ്ങളും ചിന്തയുടെ പങ്കും കോഗ്നിറ്റീവ് സയൻസിന്റെ കണ്ടെത്തലുകളും എല്ലാം കൂടി ചേരുമ്പോൾ ഭാഷ എന്നത് നമ്മൾ പൂർണ്ണമായും പഠിച്ചെടുക്കുന്ന ഒന്നാണോ അതോ ഒരു പരിധിവരെ നമ്മളിലിങ്ങനെ ജന്മനാ ഉള്ള കഴിവ് വികസിക്കുന്നതാണോ? ഈ യൂണിറ്റിലെ വിവരങ്ങൾ വെച്ച് എങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്? ഈ യൂണിറ്റ് നൽകുന്നൊരു ചിത്രം അല്പം സങ്കീർണമാണ്. ഭാഷാ ആർജനം എന്നത് വെറും അനുകരണമോ ശീലമാക്കലോ അല്ല, അത് വ്യക്തമാണ്. എന്നാൽ അത് പൂർണ്ണമായും ജന്മസിദ്ധമാണെന്നും പറയാൻ പറ്റില്ല. മറിച്ച് തലച്ചോറിലെ ഒരു ജൈവപരമായ സന്നദ്ധത, നിലവിലുള്ള കോഗ്നിറ്റീവ് ഘടനകൾ, അതായത് ചിന്താശേഷികൾ, പിന്നെ കുട്ടിക്ക് കിട്ടുന്ന സാമൂഹിക ഇടപെടലുകൾ, ഭാഷാപരമായ സാഹചര്യങ്ങൾ, ഒരു പക്ഷേ ചോംസ്കി പറയുന്നത് പോലത്തെ ജന്മസിദ്ധമായ ഭാഷാശേഷി, ഇവയെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര പ്രവർത്തനം, ഒരു ഇന്ററാക്ഷന്റെ ഫലമാണ് ഭാഷ വരുന്നത്. ശരി. അപ്പോ ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ എങ്ങനെ പ്രയോജനപ്പെടാമെന്ന് ആലോചിച്ചു നോക്കൂ. കുട്ടികളിലെ ഭാഷാവികാസം എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം, ഒരു രണ്ടാം ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഈ അറിവ് സഹായിക്കില്ലേ? ഒരു കുട്ടി ഭാഷ പഠിക്കുന്ന ഈ അത്ഭുതകരമായ പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത്? ഇതിനെക്കുറിച്ചൊക്കെ തുടർന്നും ചിന്തിക്കാൻ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.